പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ ചിന്ത, ദൈവവചനം പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അത് ഇടയാക്കും. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആരാധനയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് പല എപ്പിസോഡുകളായിട്ട് നമ്മൾ ആരാധന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അതിനായിട്ട് നമ്മൾ വായിച്ചതായ വാക്യം റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യം. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അപ്പൊ അവിടെ ആരാധനയെക്കുറിച്ച് പറയുന്നത് ആരാധന അവർക്കുള്ളത്. പഴയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത് യാഗത്തോട് ചേർന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ അബ്രഹാമും ഇസഹാക്കും മോറിയാമല കണ്ടപ്പോൾ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയും കൂട്ടി ഇവിടെ തന്നെ ഇരിക്കുക, ഞാനും ബാലനും ചെന്ന് യാഗം അർപ്പിച്ച് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി നൽകുക. ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടും. എന്നാൽ യാഗം എന്ന പദമല്ല 6-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പറയുന്നത്, ഞാനും ബാലനും ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ആ യാഗത്തെയും ആരാധനയും ഒരുമിച്ചാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്ക് പഴയ നിയമത്തില് ആദ്യം യാഗം അർപ്പിച്ചത് ഹാബേലും കായീനും ഹാബേലും. എന്നാൽ പിന്നത്തത് നോഹ യാഗം അർപ്പിച്ചു എന്ന് കാണുന്നു 8-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി 4-ാം അധ്യായത്തില് ഹാബേലും കായീനും യാഗം അർപ്പിച്ചെന്ന് കാണുമ്പോൾ 8-ാം അധ്യായത്തില് നോഹ യാഗം അർപ്പിച്ചു എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം യാഗം അർപ്പിച്ചു എന്ന് കാണുന്നു. അബ്രഹാമിന്റെ യാഗത്തെ കുറിച്ച് ദൈവം അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ ഏകജാതനായ മകനെ നീ സ്നേഹിക്കുന്നവനായി നിന്റെ പുത്രനെ തന്നെ എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് കൊടുത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നത് നീ തന്നു എന്നാണ് പറയുന്നത്. കാരണം അവിടെ കർത്താവ് കാണുന്നത് അവന്റെ പ്രവൃത്തിയല്ല, ശാരീരികമായ പുറമേയുള്ള പ്രവൃത്തിയല്ല, അബ്രഹാമിന്റെ മനോഭാവത്തെയാണ് കർത്താവ് യാഗമായി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനം 51-ാം അധ്യായത്തില് ദാവീദിന്റെ കുറ്റത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ അവന് ബോധ്യം വരുത്തിയതിനു ശേഷം ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പൊ യാഗത്തെ ദൈവം പ്രസാദിക്കാത്ത സാഹചര്യത്തിലേക്ക് വന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യാഗം ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. ഹാബേലും കായീനും ദൈവത്തിന് യാഗം അർപ്പിച്ചു, ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. നോഹ ദൈവത്തിന് യാഗം അർപ്പിച്ചു, ദൈവം ആവശ്യപ്പെട്ടിട്ടല്ല. എന്നാൽ അബ്രഹാം യാഗം അർപ്പിച്ചത് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നത്തതിൽ അവരുടെ ഇസഹാക്ക് യാക്കോബൊക്കെ ദൈവത്തിന് യാഗം അർപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ 430 വർഷത്തെ മിസ്രൈമ്യ വാസത്തിൽ ദൈവജനം ദൈവത്തോടുള്ള ആരാധനയും യാഗക്രമങ്ങളെല്ലാം മറന്നു. അവർക്ക് ദൈവം യാഗം അർപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിൽ. അങ്ങനെ പുറപ്പാട് പുസ്തകം അതിന്റെ 19, 20 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, എനിക്ക് അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുക. അപ്പൊ അവിടെ കർത്താവ് ആവശ്യപ്പെടുന്നു ദൈവത്തിന് വസിക്കാൻ ഒരു വാസസ്ഥലം ഉണ്ടാക്കുക. അങ്ങനെ വാസസ്ഥലം ഉണ്ടാക്കുക എന്ന് കർത്താവ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് മോശ വാസസ്ഥലം ഉണ്ടാക്കി. ആ വാസസ്ഥലം ഉണ്ടാക്കിയതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തില് അങ്ങനെ വാസസ്ഥലം ഉണ്ടാക്കി. 25-ാം അധ്യായത്തിലെ വാക്യത്തിൽ ഞാനൊന്ന് വായിക്കാം. 25-8 ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവിടെ മന്ദിരം ഉണ്ടാക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുക. അങ്ങനെ മന്ദിരം ഉണ്ടാക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അപ്പൊ അവിടെ മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ, മോശ എന്താണ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്, അതെല്ലാം നിവർത്തിച്ചു എന്ന് കാണാൻ സാധിക്കും.
40-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഹോമയാഗപീഠവും സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിൻ മുൻവശത്തെ വയ്ക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അപ്പം മോശ യാഗം അർപ്പിച്ചു, ഹോമയാഗം അർപ്പിച്ചു, ഭോജനയാഗവും അർപ്പിച്ചു. ഈ 2 യാഗങ്ങൾ അർപ്പിച്ചതിന് ശേഷം 34-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ യാഗം അർപ്പിച്ചു, യാഗത്തോട് ചേർന്ന് കർത്താവിന്റെ തേജസ് അവിടെ അറിയും. നമുക്കിപ്പോ പഴയ നിയമത്തിലല്ല, യാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്: ഏലിയാവ് യാഗം അർപ്പിച്ചപ്പോൾ കർമ്മേലിൽ സ്വർഗത്തിന് തീ ഇറങ്ങി യാഗവസ്തുവിനെയും ചുറ്റുമുള്ള വെള്ളത്തെയും മണ്ണിനെയും പോലും ദഹിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യാഗം അർപ്പിച്ചു, ദേവാലയത്തിൽ, തിരുനിവാസത്തിൽ, വിശുദ്ധ മന്ദിരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി. അപ്പൊ പഴയ നിയമത്തിലെ യാഗത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹാബേൽ യാഗം അർപ്പിച്ചപ്പോൾ ഹാബേലിന് വേണ്ടി സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. നോഹ ദൈവത്തിന് യാഗം അർപ്പിച്ചു, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ. പക്ഷെ 9-ാം അധ്യായത്തില് വചനം പറയുന്നത് ഇങ്ങനെ: നോഹയും നോഹയുടെ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവം അവിടെ നോഹയായിട്ടൊരു ഉടമ്പടി ചെയ്യും. അപ്പൊ അവിടെ 8-ാം അധ്യായത്തിൽ യാഗം അർപ്പിച്ചു, 9-ാമത്തെ ദൈവം നോഹയെ അനുഗ്രഹിച്ചു. 22-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിന് യാഗം അർപ്പിച്ചു. തുടർന്ന് കർത്താവ് പറയുന്നത്: ഞാൻ നിന്നോട് നിന്റെ സന്തതിയോട് ഞാൻ ഉടമ്പടി ചെയ്യും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ യാഗത്തോട് ചേർന്നൊക്കെ ദൈവത്തിന്റെ ഇടപെടിയിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ സമാഗമന കൂടാരത്തിന്റെ ആ പ്രതിഷ്ഠയോട് ചേർന്ന് മോശ യാഗം അർപ്പിച്ചപ്പോ അവിടെ ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇത് യാഗത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം യാഗം എന്ന് പറയുന്നത് ഒരു വളരെ ഉന്മേഷം തരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം യാഗത്തോട് ചേർന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കാണാം, ദൈവ ശബ്ദം കേൾക്കാം. അതൊരു വലിയ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവജനത്തിന്റെ തുടർന്നുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർക്ക് ആ ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം മറന്നിട്ട് അതില്ലിപ്പോ. പക്ഷെ യാഗങ്ങൾ നടക്കുന്നുണ്ട്, ഒരു യാഗത്തിനും കുറവില്ല. യാഗം മുടങ്ങാതെ നടക്കുന്നുണ്ട്. അതിന് ചെയ്യേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമങ്ങളും എല്ലാം ദൈവം മോശയോട് എന്തു പറഞ്ഞു? അതിന് ഒരു പടി പോലും വിടാതെ അവർ നിവർത്തിക്കാനായിട്ട് വളരെ ഉന്മേഷവും ഉത്സാഹമുള്ളവരായിരുന്നത്. അത് വളരെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി അവർ നിർവഹിച്ചു വരികയാണ്. അവർക്കത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം. പക്ഷെ ആ സന്തോഷത്തിനപ്പുറമായി ദൈവ സാന്നിധ്യത്തോടുണ്ടായിരുന്ന അവരുടെ ആ പ്രാധാന്യം നഷ്ടപ്പെടുത്തി. അപ്പൊ യാഗം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള എന്താ പറയുക, അകൽച്ച മാറുന്ന ഒന്നായിരുന്നു യാഗം. പക്ഷെ ഇപ്പോ അകൽച്ച തുടരുന്നുണ്ട്, യാഗം തുടരുന്നുണ്ട്. യാഗവും തുടരുന്നു, അകൽച്ചയും തുടരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല, ദൈവവചനം കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ദൈവം ഹനനയാഗത്തിൽ പ്രസാദിക്കുന്നില്ല. അതാണ് ദാവീദ് പറയുന്നത്, നിനക്ക് ഹനനയാഗത്തിൽ പ്രസാദമില്ല. കാരണം യാഗം കൊണ്ട് ദൈവത്തെ മുഷിപ്പിക്കുന്ന നിലയിലേക്ക് യാഗം അവരുടെ ഇടയിലായിരുന്നു. അങ്ങനെ ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങൾ, ദേവാലയം, അങ്ങനത്തെ ദൈവത്തിന് പ്രസാദമില്ലാത്ത യാഗങ്ങൾ കൊണ്ട് ആലയം അലങ്കരിച്ചു വെച്ചിരിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, പക്ഷെ നിങ്ങൾ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പൊ അങ്ങനെ ദൈവം വസിക്കാത്ത മന്ദിരം, യാഗങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ദൈവമില്ല. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണ് യേശുക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. യേശുക്രിസ്തു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, നിനക്കിത് ചെയ്യാനുള്ള അധികാരം എന്താ? കർത്താവ് അതിന് മറുപടി പറഞ്ഞത്, എനിക്ക് അധികാരമുണ്ടെന്നുള്ളത് ഇരിക്കട്ടെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയും. നിങ്ങൾ ഈ ആലയം പൊളിക്കുക, ഞാൻ 3 ദിവസം കൊണ്ട് ഈ മന്ദിരത്തെ പണിയും. നമുക്കതിന്റെ 2-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം. അവര് പറഞ്ഞത് 3 ദിവസം കൊണ്ട് നീ പണിയും. ഇത് 46 സംവത്സരം കൊണ്ട് പണിത ദേവാലയം, നിനക്ക് 3 ദിവസം കൊണ്ട് പണിയാൻ സാധിക്കും. അതിന് 21-ാമത്തെ വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത് എങ്ങനെയാണ്? അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്നവർ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും
യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പൊ അവിടെ യേശുവിന്റെ ശരീരത്തെയാണ് മന്ദിരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മന്ദിരം എന്താണ്? യാഗം എന്താണ്? യാഗം എന്ന് പറയുന്നത് മന്ദിരത്തെ ദൈവ സാന്നിധ്യം വസിക്കാനായിട്ട് ഒരുക്കുന്ന പ്രക്രിയയായിരുന്നു യാഗം. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു യാഗപീഠം അല്ലെങ്കിൽ യാഗം നടക്കുന്ന സ്ഥലം. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം അവർ ഈ യാഗത്തിന്റെ പ്രസക്തി അവർക്ക് വലുതായിട്ടും ദൈവ സാന്നിധ്യത്തെ ചെറുതായിട്ടും അവർ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങൾ ഇങ്ങനെ നടക്കുക. അപ്പൊ ആലയത്തിൽ, മന്ദിരത്തിൽ ദൈവമില്ല. മറ്റെല്ലാ കാര്യങ്ങളുണ്ട്. വിളക്കുണ്ട്, ധൂപപീഠമുണ്ട്, അതിവിശ്വസ സ്ഥലത്തിലെ എല്ലാ തിരശ്ശീലയും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. യാഗത്തിനൊന്നും ഒരു കുറവില്ല, അല്ലെ? അവർ പെസഹ അർപ്പിക്കാനായിട്ട് വരും. അവർ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവില്ല. പക്ഷേ ദൈവസാന്നിധ്യം. അങ്ങനെ ഇരിക്കുമ്പോ യേശുക്രിസ്തു യോഹന്നാനാൽ സ്നാനമേൽക്കാനായിട്ട് യോർദാനിൽ വന്നപ്പോ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: സ്നാനമേറ്റ് കയറിയ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവത പോലെ ഇറങ്ങി വന്നിട്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്: നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ഒരു ശബ്ദം, അതായത് ഇതുവരെയും ആലയമുണ്ട്, യാഗമുണ്ട്, ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങൾ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ യേശു സ്നാനപ്പെട്ട് കയറിയപ്പം മുഴങ്ങിക്കേട്ട ശബ്ദം ഇതാണ്: ഇവൻ എന്റെ പ്രിയപുത്രൻ, പ്രസാദിച്ചിരിക്കുന്ന പുത്രൻ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ അവിടെ കർത്താവ് പറയുകയാണ്, അവന്റെ മേൽ വന്ന് വസിച്ചു. പരിശുദ്ധാത്മാവ് അവന്റെ ശരീരത്തിന്റെ മേൽ വന്ന് വസിച്ചു. ആ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഹല്ലേലൂയ. എന്താണ്? എന്റെ ആലയം, നിങ്ങൾ ഈ ആലയം പൊളിക്കുക, ഞാൻ ഇതിനെ പണിയും. ഈ ആലയം ദൈവത്തിന്റെ മന്ദിരമായിട്ട്, ഹല്ലേലൂയ, യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. നമുക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായത്തില് അതിന്റെ 5-ാം വാക്യം: ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഹോമയാഗത്തിലും സർവാംഗ ഹോമങ്ങളിലും ദൈവം പ്രസാദിച്ചില്ല. ശരീരം ഒരുക്കിയിട്ട് 7-ാം വാക്യം, 10-ാം അധ്യായത്തിൽ 7-ാം വാക്യം പറഞ്ഞു: നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അപ്പൊ അവിടെ ഒരു യാഗം നടക്കുക. എന്താണ് യാഗം എന്നറിയാം? സ്നാനപ്പെട്ടപ്പോ യേശു പറയുന്ന ഒരു കാര്യമാണ്: നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. അതായിരുന്നു യാഗം. അപ്പൊ ആ യാഗം, ആ ഇഷ്ടം ചെയ്യാനുള്ള ഒരുക്കമില്ല, ആ ഒരുക്കത്തിന് മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, ആ ശരീരത്തിലും ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, ദൈവത്തിന്റെ മന്ദിരമായിട്ട് അവിടെ കെട്ടിടത്തിൽ ദൈവസാന്നിധ്യമില്ലാതെ യാഗങ്ങൾ നടക്കുന്ന കെട്ടിടം അവിടെ നിൽക്കുമ്പോ ആമേൻ ഹല്ലേലൂയ ഇവിടെ യാഗമൊന്നുമില്ല. ആമേൻ രക്തം ചീന്തിയുള്ള യാഗമില്ല. എന്നാൽ മനഃപൂർവമായ സമർപ്പണത്താൽ ഇവിടെ ദൈവത്തിന്റെ മന്ദിരമായി യേശുവിന്റെ ശരീരം മാറുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, അവിടെ യേശുവിന്റെ യാഗത്തോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം യേശു പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാനും പിതാവ് ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ യാഗം എന്ന് പറയുന്നത്? യാഗം എന്ന് പറയുന്നത് ദൈവം വസിക്കത്തക്കവണ്ണം മന്ദിരത്തെ ഒരുക്കുന്നതാണ് യാഗം. ദൈവം വസിക്കത്തക്കവണ്ണം മന്ദിരത്തെ ഒരുക്കുന്നതിന് പറയുന്നതാണ് യാഗം. അപ്പൊ യാഗം എന്ന് പറയുന്നത് ആ യാഗപീഠമാണ് ദൈവം വസിക്കുന്ന, ദൈവം സംസാരിക്കുന്ന സ്ഥലം. ഇപ്പോൾ യേശുവിന്റെ ശരീരം യാഗപീഠമായി അല്ലെങ്കിൽ മന്ദിരമായി മാറി, ദൈവം വസിക്കുന്ന സ്ഥലമായി മാറി. അപ്പോൾ യേശുവിന് പിന്നീടുള്ള യേശുവിന്റെ യാത്രയിൽ ഓരോ നിമിഷവും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാനും പിതാവും ഒന്നാകുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ യേശു തന്റെ ശരീരം പിതാവിന്റെ പ്രവൃത്തിയുടെ നിവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് യോഹന്നാൻ സുവിശേഷം 14:10 വായിക്കുന്നത്. ഞാനും പിതാവ് ഒന്നാകുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, ഞാൻ സംസാരിക്കുന്നതിന് സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. അതാണ് പ്രിയപ്പെട്ടവരെ യാഗം. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലെ ആരാധന. അതാണ് യഥാർത്ഥത്തിലെ ആരാധന. അതായത് ഹല്ലേലൂയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെയാണ് പുത്രത്വം വെളിപ്പെടുന്നത്. അവിടെയാണ് പിതാവ് പുത്രൻ തമ്മിലുള്ള ഐക്യം വെളിപ്പെടുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഐക്യത്തിന്റെ വെളിപ്പാട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
അതായത് പ്രിയപ്പെട്ട ഒരു കർത്താവ് നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ, കർത്താവിനാൽ ഹല്ലേലൂയ നിങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആരാധന ആവശ്യമാണ്. കാരണം യാഗം അർപ്പിക്കപ്പെടാത്തിടത്തോളം ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങത്തില്ല. അപ്പൊ ദൈവസാന്നിധ്യം ഇറങ്ങുന്നത് യാഗത്തോട് ചേർന്ന ദൈവസാന്നിധ്യത്തോട് ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മിൽ സംഭവിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താ? ആരാധനയുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിനപ്പുറമായി ഹല്ലേലൂയ നമ്മുടെ അകം കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിന് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതാണ് യാഗം. ആ യാഗത്തോടുകൂടെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറുന്നു. ആ മന്ദിരത്തിലേക്ക് ദൈവ മഹത്വം ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ ദൈവപ്രവൃത്തി ആരംഭിക്കും. നിങ്ങൾ എത്ര മാരക രോഗത്തോടെ നിങ്ങൾ എന്നെ കാണുന്നെങ്കിലും, ചികിത്സയില്ലാത്തതായിരിക്കാം, നാളുകളായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ ബാല്യം മുതൽ, ചെറുപ്പം മുതൽ നിങ്ങൾക്കുള്ളതായിരിക്കാം, ഒരുപക്ഷെ തലമുറയായിട്ടുള്ളത് കൊണ്ട് ഇതിന് ചികിത്സയില്ല എന്ന് ഒരുപക്ഷെ സാഹചര്യങ്ങൾ പറഞ്ഞു കാണാം. പക്ഷേ നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് വിട്ടുകൊടുക്കുമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തെ ആമേൻ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം ആമേൻ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് ഹല്ലേലൂയ അവന്റെ മഹത്വം നിങ്ങളുടെ ശരീരത്തിൽ ഇന്നും പ്രവർത്തിക്കാൻ ശക്തിയോടെ ഇറങ്ങി നിൽക്കുകയാണ്. വിട്ടുകൊടുത്താൽ മതി നിങ്ങളുടെ ശരീരത്തെ. അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും എന്ന് അവിടെ പറഞ്ഞപ്പോ ഹല്ലേലൂയ ആമേൻ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ആമേൻ അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുമിരിക്കുന്നു, പഴയ നിയമത്തിൽ വരുത്തും, സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പുതിയ നിയമത്തിൽ പറയുക സൗഖ്യം വന്നിരിക്കുന്നു. ആ ബോധ്യമാണ് പ്രിയപ്പെട്ടവർ നമ്മളിൽ ഉണ്ടാകുന്നത്. പുത്രത്വം തിരിച്ചറിയുക, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ യേശുക്രിസ്തു ദൈവത്തെ പിതാവായിട്ടാ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ പിതാവും നമ്മൾ തമ്മിലുള്ള ബന്ധമില്ലേ, ആ ബന്ധമാണ് ആരാധനയുടെ ഉറവിടം. അപ്പൊ നമുക്ക് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണും, ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നടന്ന സകല അത്ഭുതങ്ങളെ നിങ്ങൾ നോക്കിക്കേ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആരാധിച്ചാൽ അത്ഭുതം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുടെ കാലത്ത് നടന്ന സകല അത്ഭുതങ്ങളും വിടുതലും ആരാധനയുടെ ഭാഗമായിട്ട്. എന്തായിരുന്നു ആരാധന? യേശുവിനെ തനിക്ക് തന്നെ കുറിച്ചുള്ള ഉറപ്പ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവവും ഞാനും ഒന്നാണ്, പിതാവും ഞാനും ഒന്നാണ്, പിതാവും ഞാനും ഒന്നാണ്, പിതാവും ഞാനും ഒന്നാണ്, ഞാൻ ദൈവപുത്രനാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, ദൈവാത്മാവ് എന്നിലുണ്ട്. ആ ബോധ്യമാണ് ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചിലത് ദൈവത്തിന് കൊടുക്കുന്നതല്ല, നാം ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ആരാധന. നാം എന്താണെന്ന് തിരിച്ചറിയുന്ന അതാണ് സത്യം. നിങ്ങൾ അറിയാം, സത്യം നിങ്ങളെ വിടുതലാക്കും, സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. സത്യം നിങ്ങൾ അറിയേണ്ടതാണ്, യേശുവിന്റെ ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പോഴ് യേശുക്രിസ്തുവും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 21-ാം വാക്യം, അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്ര പറഞ്ഞത്. യേശു തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച് അവിടെ പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം പറഞ്ഞു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പോ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവാണ്. എന്റെ ശരീരം ദൈവത്തിന് മന്ദിരമാണ്, ഞാനും പിതാവായിട്ട് വണ്ണസിൽ, അതായത് എന്റെ സൗഖ്യത്തിന് വേണ്ടി എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയും മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാനായിട്ട് എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് ആരാധന. അതെ, അതുകൊണ്ട് ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ഞാനും പിതാവ് ഒന്നാണ്, ഞാനും പിതാവുമായിട്ട് ഒന്നാണെന്നുള്ള യേശുവിന്റെ അറിവിലാണ് ആമേൻ അതായിരുന്നു ശരിക്കുമുള്ള കർത്താവിന്റെ ആരാധന. ആ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, ആ അറിവാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എന്തിനാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട്. ശരിക്കും ആരാധന അതാണ്. ആരാധന നമുക്കറിയാം, ഏലിയാവ് യാഗം അർപ്പിച്ചു, യാഗത്തോട് ചേർന്ന് മഴ പെയ്യാൻ തുടങ്ങി. പ്രകൃതിയുടെ സാഹചര്യമാണ്. ദൈവജനം മിസ്രൈമിൽ യാഗം അർപ്പിച്ചു. ആ യാഗത്തോടു കൂടെ ചേർന്ന് ഒരു വലിയ പുറപ്പാടുണ്ടായി. അപ്പൊ ഈ യാഗത്തോട് ചേർന്ന് അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യാഗം എന്താണ്? ഞാനും ദൈവവുമായിട്ട് വണ്ണസ, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഒരു വ്യക്തിയുടെ അകത്ത് ബോധ്യം ഉണ്ടാവണം, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, ഇൻ മീ. അപ്പോൺ മീ അല്ല, ഇൻ മീ.
ആ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ആരാധന. ആ ബോധ്യമാണ് നമ്മുടെ ഹല്ലേലൂയ നമ്മൾ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഏക കാര്യം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അവരും അറിഞ്ഞിരുന്നിട്ട് വെളിപ്പെടുക എന്നുള്ളതല്ല, അവരിൽ വെളിപ്പെടുക എന്നുള്ളത്. അതാണ് പഴയ നിയമം പുതിയ നിയമങ്ങളുടെ പ്രധാന വ്യത്യാസം. അതാ പഴയ നിയമത്തിൽ ദൈവം ഭക്തന്മാർക്ക് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു, അവരുടെ മുമ്പിൽ വന്നു നിന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധന്മാരിൽ വെളിപ്പെടുക, നമ്മുടെ അകത്ത് നിന്നിട്ട് ലോകത്തിന് വെളിപ്പെടുക. അതാണെന്ന് സംഭവിക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ പറയുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുക. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താ? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അവിടെ പറയുന്ന മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക, സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല, പക്ഷെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? ദൈവപുത്രന്മാർക്ക് പുത്രന്മാരെന്നുള്ള വെളിപ്പാട് ലഭിക്കാത്തത് കൊണ്ട്. ആരാധന എന്താണെന്നറിയോ? ഒരു ദൈവപുത്രന്, ഒരു ദൈവ പൈതലിന് അവൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള വെളിപ്പാട് ലഭിക്കുന്നതാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഇവിടെ ആരാധന എന്ന് പറയുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യടിയും പാട്ടും ശബ്ദമുഖരിതമായ അന്തരീക്ഷവും ഇതൊക്കെയാണ് ആരാധന നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാല് പഴയ നിയമത്തിലെ യാഗവും ആരാധനയായിട്ട് ചേർത്ത് പറയുമ്പോൾ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനം 10-ാം 18-ാം വാക്യത്തിൽ പറയുന്നത് യാഗത്തിന് അല്ല, പാപത്തിന് പരിഹാരം വരുത്തിയുകൊണ്ട്, പാപത്തെക്കുറിച്ച് ഓർക്കാത്തത് കൊണ്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പൊ ഇനി ദൈവസാന്നിധ്യം ഇറങ്ങാനായിട്ട് നമ്മൾ ആരാധിക്കല്ല ചെയ്യേണ്ടത്, ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മള് ചിലപ്പോൾ പറയാറുണ്ട്, ആ ആരാധനയിൽ ഭയങ്കര സാന്നിധ്യം ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, സാന്നിധ്യം ഇറങ്ങുന്നത് നിങ്ങളുടെ തിരിച്ചറിവിലാണ്. നമുക്കറിയാം, പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഒറ്റയ്ക്ക് വിടപ്പെട്ട സ്ഥലത്ത് ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി. അവിടെ സാന്നിധ്യം ഇറങ്ങി, അവിടെ യോഹന്നാൻ ആരാധിച്ചു എന്നൊന്നും കാണുന്നില്ല. ശബത്ത് ദിവസം, അതായത് ശബത്ത് ദിവസം എന്നല്ല, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. ആരാധിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി എന്ന് പറയുന്നു. യെസ്. പക്ഷെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്ക് കിടന്നപ്പോൾ ആരാധിച്ചപ്പോഴല്ല, ആത്മവിവശതയിൽ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആരാധന എന്ന് പറയുന്നത് ക്രിസ്തുവും നാമും, ആമേൻ, ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നതും ഒരു വ്യക്തി ആ തിരിച്ചറിവിന്റെ പേരാണ് ആരാധന. ഇപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വരാനായിട്ട്, കർത്താവിൽ നിന്ന് അത്ഭുതം പ്രാപിക്കാനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ തിരിച്ചറിയുക, യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുക, നിങ്ങൾ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുക. അതാണ് ആരാധന. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് തിരിച്ചറിയുക. ഇവിടെ പറയുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, അതായത് യാഗത്തോട് ചേർന്നാണ് തേജസ് ഇറങ്ങുന്നത്. യേശുവിന്റെ മരണ പുനരുത്ഥാനത്ത് തേജസ്കരണം എന്ന് പറയുമ്പോൾ യാഗത്തോട് ചേർന്ന് വരുന്നതാണ് തേജസ്. ഇവിടെ പറയുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന വെളിപ്പാട്, തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, തേജസ്, ഗ്ലോറി, ഗിവ് യു ഫ്രീഡം. അതെവിടെയാ? നിങ്ങളിലല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഫ്രീഡം കൊണ്ടുവരും തേജസ്. ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് ഇത് അതേ 8-ാം അധ്യായത്തിന്റെ തന്നെ 30-ാം വാക്യം, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ പുത്രനോട് സദൃശ്യമാകുവാനായിട്ട് നമ്മളെ വിളിച്ച് നമ്മളെ തേജസ്കരിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത്
അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. രോഗത്തിന് എന്റെ മേൽ സ്ഥാനമില്ല, ശാപത്തിന് എന്റെ മേൽ സ്ഥാനമില്ല, നിരാശയ്ക്ക് എന്റെ മേൽ സ്ഥാനമില്ല, പരാജയത്തിന് എന്റെ മേൽ സ്ഥാനമില്ല, പ്രതികൂലങ്ങൾക്ക് എന്റെ മേൽ സ്ഥാനമില്ല. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഐ ആം ടെമ്പിൾ ഓഫ് ഗോഡ്. എന്റെ ശരീരത്തിൽ രോഗവും ശാപവും വാഴാനായിട്ട് പണിത് വെച്ചിരിക്കുന്ന മന്ദിരമല്ലത്, ഇത് ദൈവം വസിക്കുന്ന മന്ദിരമാ. ഇതിൽ ശാപം വാഴത്തില്ല, രോഗം വാഴത്തില്ല, ദാരിദ്ര്യം വാഴത്തില്ല, പ്രതിസന്ധി വാഴത്തില്ല. ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ആ തിരിച്ചറിവാണ് ആരാധന. ആ തിരിച്ചറിവാണ് ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ഒരു ബോധ്യം കൊണ്ട് നിറയട്ടെ. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്, ആരാധിക്കുമ്പോൾ കല്ലറ തുറക്കും, ആരാധിക്കുമ്പോൾ ചങ്ങല പൊട്ടും, ആരാധിക്കുമ്പോൾ എല്ലാം ഉണ്ട്, എല്ലാം നടക്കും. എന്താണ് യഥാർത്ഥ ആരാധന? എന്താണ് യഥാർത്ഥ ആരാധന? നിങ്ങൾ ക്രിസ്തുവിലാണെന്നും ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നത് ബോധ്യം. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ രോഗസിംറ്റങ്ങൾ കണ്ടേക്കാം. ആ സിംറ്റത്തെ നിങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ നിങ്ങളിൽ വസിക്കുന്ന ബോധ്യത്തിൽ അതിനെ ജയിക്കണം. സാമ്പത്തികമായി തകർന്നവരായിരിക്കാം, ചുറ്റുപാടുകളിൽ നിരാശയുടെ ആമേൻ ആമേൻ കഥ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളായിരിക്കാം. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, നോ നോ, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയുടെ ക്രിസ്തു എന്നെ അകത്തിരിക്കുക. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. ആരാധന എന്ന് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ യാഗം. ആമേൻ. ആ തിരിച്ചറിവോടെ നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല, നിങ്ങളെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ യാഗം. യെസ്, ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കും. ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ, കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. നാളുകളായി രോഗത്താൽ ബാധിക്കപ്പെട്ട് കർത്താവെ സൗഖ്യമാകും വീണ്ടും വരും, സൗഖ്യമാകും വീണ്ടും വരും, അങ്ങനെ ശാരീരികമായിട്ട് തളർന്നുപോയിരിക്കുന്നവരെ ഇപ്പോൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, നിന്റെ വചനം പറയുന്നു അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി, സകല രോഗത്തെയും സൗഖ്യമാക്കി എന്ന് വചനം പറയുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിൽക്കുന്ന സകലവിധ രോഗങ്ങളും അതിന്റെ അടയാളം പോലും അതിന്റെ സിംറ്റം പോലും ശരീരത്തിൽ നിന്ന് മാറിപ്പോട്ടെ, അതിന്റെ വേര് മുറിയട്ടെ. ആ രോഗം പരിപൂർണമായ ശരീരം വിട്ടുമാറട്ടെ. ഈ നിമിഷം അത് സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ ഇത് സംഭവിക്കട്ടെ, ഇപ്പോൾ ഈ നിമിഷം അത് സംഭവിക്കട്ടെ. പരിപൂർണമായ വിടുതൽ അവർക്കുണ്ടാകട്ടെ. യെസ് ലോർഡ്, യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ രോഗമുള്ള ശരീരത്തിൽ നിങ്ങളുടെ കരം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ശരീരങ്ങളിൽ നിന്ന് രോഗശക്തി വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ ലഭ്യമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.